പത്തനംതിട്ടയിൽ മന്ത്രി വീണ ജോർജിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ സമരം തുടങ്ങിയിട്ടുണ്ട്. നഗരപ്രദക്ഷിണം നടത്തിയാണ് പ്രതിഷേധം. അതാ ഒരു കപ്പലൊക്കെ ഉണ്ടല്ലോ, പ്രവീൺ പുരുഷോത്തമൻ, കപ്പലിന്റെ ഒരു മാതൃകയൊക്കെ ഉണ്ടാക്കിയുള്ള സമരമാണല്ലോ, വ്യത്യസ്തമാണല്ലോ. എന്താണ് പ്രതിഷേധക്കാർ പറയുന്നത്? സുജയ, പത്തനംതിട്ടയിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ വ്യത്യസ്തമായിട്ടുള്ളൊരു സമരമാണ് ഇപ്പോൾ പത്തനംതിട്ട നഗരത്തിൽ നടക്കുന്നത്. ശവമഞ്ചവും എന്തിക്കൊണ്ട് അവിടെ പ്രതീകാത്മകമായിട്ടുള്ള രൂപങ്ങൾ തയ്യാറാക്കിയാണ്, കപ്പലിന്റെയൊക്കെ രൂപം തയ്യാറാക്കിയാണ് ഇപ്പോൾ പ്രതിഷേധ സമരം നടത്തുന്നത്. മാത്രമല്ല വീണ ജോർജിനെ പോലെ വേഷം ധരിച്ച് മാസ്ക് ഒക്കെ വെച്ച് ഒരു പെൺകുട്ടിയെ കാണുന്നുണ്ട്. അപ്പുറത്ത് മുഖ്യമന്ത്രിയുമുണ്ട്, കപ്പലുമായി പോവുകയാണ്. അതെ സുജിയ, മുഖംമൂടിയൊക്കെ ധരിച്ചുകൊണ്ട്. അതെ സുജയ, ഒരു വശത്ത് വീണ ജോർജിന്റെ മുഖംമൂടിയൊക്കെ ധരിച്ച ആ യുവതിയും മറുവശത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖംമൂടി ധരിച്ച മറ്റാളുമാണുള്ളത്. നമുക്ക് നേരത്തെ അറിയാം, ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ ഒരു പ്രസംഗം നിയമസഭയിൽ ഉണ്ടായിരുന്നു. അതിൽ കപ്പിത്താൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ടായിരുന്നു ആ ഒരു പ്രസംഗം അന്ന് അവിടെ നടത്തിയത്. ഒരു നഗരപ്രദക്ഷിണമാണോ യൂത്ത് കോൺഗ്രസ് അപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്? അതേ സുജയ, ആ ഒരു പ്രസംഗം തന്നെയാണ് ഇപ്പോൾ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും DCC പ്രവർത്തകരും ഒക്കെ പരിഹാസ രൂപേണ പ്രതീകാത്മകമായി അവതരിപ്പിച്ചിരിക്കുന്നത്. ശവമഞ്ചലിൽ കപ്പലിന്റെ രൂപമൊക്കെ തയ്യാറാക്കി അത് പ്രതീകാത്മകമായി പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ നഗരം മുഴുവൻ ഈ ഒരു ശവമഞ്ചവും ഒപ്പം തന്നെ ഈ കപ്പലും പ്രദക്ഷിണം ചെയ്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സമരത്തിലേക്ക് പോയിരിക്കുന്നത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഒപ്പം തന്നെ മറ്റ് പ്രവർത്തകർ, DCCയുടെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും യൂത്ത് കോൺഗ്രസിന്റെ ശക്തമായിട്ടുള്ള സമരം ഉണ്ടായിരുന്നു. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം. ഇന്ന് പത്തനംതിട്ട നഗരത്തിൽ പ്രധാനപ്പെട്ട എല്ലാ ജംഗ്ഷനുകളും ആ ജംഗ്ഷനുകളെല്ലാം ഈ പ്രതീകാത്മകമായിട്ടുള്ള സമരം കടന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ സമരം നടക്കുന്നത് പത്തനംതിട്ട നഗരത്തിലെ ഹൃദയ കേന്ദ്രമായിട്ടുള്ള പത്തനംതിട്ട സെൻട്രൽ ജംഗ്ഷനിലാണ്. സാധാരണഗതിയിൽ കോലം കത്തിക്കലൊക്കെയാണ്, ഈ കപ്പൽ കത്തിക്കുമോ? അല്ല, വീണ ജോർജ് പറഞ്ഞതാണ് ഈ കപ്പൽ ആടി ഉലയുകയില്ലെന്ന് പറഞ്ഞത്. കപ്പലല്ല ഇവിടെ ആടി ഉലയുന്നത്. ഇവിടെ സാധാരണക്കാരൻ്റെ പൊതുജീവിതവും അവനെ ദുരിതത്തിലാക്കുന്ന ഈ സർക്കാരും എത്രയും പെട്ടെന്ന് രാജിവെച്ചില്ല എന്നുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസ് ഈ മന്ത്രി രാജിവെക്കുന്നത് വരെ ഈ സമരം തുടർന്നുകൊണ്ടേയിരിക്കും. സമരം മന്ത്രി വീണ ജോർജ് രാജിവെക്കുന്നത് വരെ സമരം തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. DCC നേതൃത്വവും ഒപ്പം തന്നെ നഗരസഭാ പ്രതിനിധികളും നഗരസഭാ കൗൺസിലർമാരും ഒക്കെ ഉണ്ട്. എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്വന്തം മണ്ഡലത്തിലെ ആരോഗ്യ സംവിധാനം വരെ താറുമാറായി കിടക്കുകയാണ്. അങ്ങനെയുള്ള ഒരാളാണ് കേരളത്തിലെ ആരോഗ്യ പരിപാലനം സംരക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. പത്തനംതിട്ടയിലെ ആരോഗ്യരംഗം പരിപൂർണമായി തകർച്ചയിലേക്ക് നയിച്ച ആറന്മുളയുടെ MLA സംസ്ഥാനത്തിന് ആരോഗ്യമന്ത്രിയായിരിക്കുവാൻ അർഹതപ്പെട്ട വ്യക്തിയല്ല. എത്രയും പെട്ടെന്ന് രാജിവെച്ചൊഴിയുക എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവിടെ മന്ത്രി വീണ ജോർജ് രാജിവെക്കും വരെ യൂത്ത് കോൺഗ്രസ് അതിശക്തമായ സമരമായിട്ട് മുന്നോട്ട് പോകണം. അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു പരിപാടിയായിട്ട് ഞങ്ങൾ കാണുന്നത്. എന്തായാലും കപ്പലുമൊക്കെ ആയിട്ടുള്ള വ്യത്യസ്തമായ പ്രതിഷേധമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രവീൺ പുരുഷോത്തമൻ, ഞാൻ നേരത്തെ ചോദിച്ചത് ആ കപ്പൽ ഇനി എന്ത് ചെയ്യും? സാധാരണ കോലമാണെങ്കിൽ കോലം കത്തിച്ചാണ് സമരം അവസാനിപ്പിക്കുക. ഈ കപ്പൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? സുജിയ, പത്തനംതിട്ട ജില്ലയിൽ 5 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. 5 നിയമസഭാ മണ്ഡലങ്ങളിലും LDF ആണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. അതേസമയം തന്നെ കോൺഗ്രസ് അക്കാര്യത്തിൽ ഏറെ പഴി കേൾക്കേണ്ടി വരികയും ചെയ്തിരുന്നു. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെതിരെ ഉയർന്ന ഈ ഒരു ആരോപണത്തിൽ അതിൽ ശക്തമായിട്ടുള്ള സമരപരിപാടികളുമായി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ട് ആണ് സമരപരിപാടികൾക്ക് ഇപ്പോൾ DCC നേതൃത്വവും ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് നേതൃത്വവും തയ്യാറായിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരെ സ്വന്തം മണ്ഡലത്തിൽ ആറന്മുള മണ്ഡലം ഉൾപ്പെടുന്ന ആ ഒരു പ്രദേശത്ത് തന്നെ ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള സമരപരിപാടികളുമായി പോകുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഒപ്പം തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെയും പ്രതീകാത്മകമായിട്ടുള്ള എന്തായാലും ആ കപ്പൽ അവിടെ മുന്നോട്ട് നീങ്ങുകയാണ്. എല്ലായിടത്തേക്കും ഈ കപ്പൽ കൊണ്ടുപോകാനായിട്ടായിരിക്കും. ഒപ്പം മുഖ്യമന്ത്രിയുടെയും വീണ ജോർജ് ആരോഗ്യമന്ത്രിയുടെയും ഒക്കെ മുഖംമൂടി ധരിച്ച ആളുകളുമുണ്ട്.